യോഗത്തിലെ ആസനങ്ങൾ പലതും. ഇപ്പോൾ അയ്യങ്കാരുടെ യോഗ, ആ പുസ്തകമാണല്ലോ ബൈബിൾ ഓഫ് യോഗ എന്നറിയപ്പെടുന്നത്. അതിന് അദ്ദേഹം ശീർഷാസനം എന്ന് പറയുന്ന സാധനമുണ്ട്, ദ കിങ് ഓഫ് ഓൾ ആസനാസ്. ചുമ്മാ അദ്ദേഹം അടിച്ചുവിടുകയാണ്. യഥാർത്ഥത്തിൽ ശീർഷാസനം എന്ന് പറയുന്ന സാധനം അടയോഗ പ്രദീപിക്കലൊന്നുമില്ല. വിപരീതകരണി മുദ്ര എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൃതം തലകീഴായിട്ടിരിക്കുമ്പോൾ അമൃതം ഉണ്ടല്ലേ യവന് കിട്ടാതിരിക്കാൻ, സൂര്യൻ ജഡരാഗ്നിക്ക് അമൃതം കിട്ടാതിരിക്കും. ഇങ്ങനെ ഇരിക്കുമ്പം ഈ അമൃതം താഴോട്ട് ഇറങ്ങി വരികയാണ്. അതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ടാണ് തല താഴെയും മേളിലുമായിട്ടുള്ള വിപരീതകരണി മുദ്ര എന്ന് പറയുന്നത് അതിനകത്തുള്ളത്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഒരു വേർഷനാണ്, മോഡേൺ വേർഷനാണ് ശീർഷാസനം. ശീർഷാസനം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കിങ് ഓഫ് ഓൾ ആസനാസ് എന്നാണ് അയ്യങ്കാർ പറയുന്നത്. അയ്യങ്കാർ പുസ്തകം വായിച്ചു നോക്കുക. നിങ്ങൾ ശരിക്കും തല താഴെ, ഹെഡ് സ്റ്റാൻഡ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ശരിക്കും നിങ്ങളുടെ ഈ 7 സെർവിക്കലായിട്ടുള്ള ഡിസ്ക് ഉണ്ട് നിങ്ങളുടെ നട്ടലിൻ്റെ 7 C1 to C7. അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ 2-3 കിലോ മാത്രം ഭാരമുള്ള നിങ്ങളുടെ ശിരസ് പിടിക്കാനായിട്ടാണ് ഇരിക്കുന്നത്. ഈ സാധനമാണ് നിങ്ങൾ തിരിച്ചു വെച്ച് നിങ്ങളുടെ ഷോൾഡർ ഉൾപ്പെടെ കൊടുത്തിട്ട് നിങ്ങളുടെ എൻ്റെ ബോഡി കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ബ്ലഡ് എല്ലാം കൂടെ വന്നിട്ട് നിങ്ങളുടെ മുഖം ആകെ നിറഞ്ഞു നിൽക്കും. അപ്പോൾ മുഖമൊക്കെ ചുമന്ന് തുടുത്ത് വരും. അപ്പോൾ ബ്ലഡ് നിറഞ്ഞ് അധികം കുറേ നേരം തലച്ചോറിലാണെങ്കിൽ 50 മുതൽ 54 ml per 100 gram. ഇതാണ് തലച്ചോറിൻ്റെ ആവറേജ് ബ്ലഡ് പ്രസൻസ്, അത്രേ പാടുള്ളൂ. അത് കൂടുതലായി കഴിഞ്ഞാൽ ഓട്ടോ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം തന്നെയാണ് തലച്ചോറിനുള്ളത്. അവിടെ ബ്ലഡ് കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ കോശങ്ങൾ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്രേനിയൽ പ്രഷർ, നിങ്ങളുടെ തലച്ചോറിനുള്ള ആന്തരിക മർദ്ദം വർദ്ധിക്കും. നിങ്ങൾക്ക് ഹെമറേജസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഇനി മാത്രമല്ല ഈ തലച്ചോറിലേക്ക് ഈ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ പോകുന്നുണ്ട്. ബ്യൂട്ടി പാർലർ സിൻഡ്രോം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് നിങ്ങളിങ്ങനെ ഫേഷ്യൽ ചെയ്യാനായിട്ട് തല ഇച്ചിരി കുറച്ചുകൂടി ഇങ്ങനെ വളച്ചു വെക്കാറുണ്ട് പലരും. ഈ ഭുജംഗാസനം, അതുപോലെ സർവാംഗാസനം, ഇതിനൊക്കെ പൊതുവിൽ വരുന്ന സാധനമാണ്. ഈ സർവാംഗാസനത്തിലാണെങ്കിൽ തല ഇങ്ങോട്ടാണ്, മറ്റേതാണെങ്കിൽ ഭുജംഗാസനത്തിൽ തല ഇങ്ങോട്ടാണ്. ഈ 2 സാധനം ഇവിടെ 2 വെർട്ടിബ്രൽ നെർവ്സ് എന്ന് പറയുന്ന 2 നെർവ്സ് ഉണ്ട്. വെർട്ടിബ്രൽ നെർവ്സ് പോകുന്നത് ആർട്ടറീസ് ആണ്. ആർട്ടറീസ് പോകുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ നട്ടലിൻ്റെ നടുവിൽ പാർശ്വത്തിലുള്ള കശേരികളുടെ തുളയിലൂടെയാണ്. ആ തുളയിലൂടെ ഇങ്ങനെ കടിപ്പിച്ചാണ് പോകുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളിങ്ങനെ തല അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ആകുമ്പോൾ ഈ 2 പ്രധാന ആർട്ടറി, ഇത് കരോട്ടിഡ് ആർട്ടറിയും അതുപോലെ തന്നെ വെർട്ടിബ്രെ, ഈ ആർട്ടറിയും ഡിസ്പ്ലേസ്ഡ് ആകുമ്പോൾ പോകുമ്പോൾ അതിനകത്ത് ബ്ലഡ് ഫ്ലോ റെഗുലേഷൻ നഷ്ടപ്പെടും. അത് നിങ്ങൾക്ക് ഭയങ്കര ഡിസിനസ്സും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. എത്ര കേസുകളാണ് ഇങ്ങനെ. ശീർഷാസനമൊന്നും ദയവിചെയ്ത് ചെയ്യരുത്. എത്ര വലിയ യോഗ ഫനാറ്റിക് ആണെങ്കിലും ഈ ശീർഷാസനം, അതുപോലെ തന്നെ ഈ ഭുജംഗാസനം, കോബ്ര പോസ്റ്ററും വളരെ അപകടമാണ്. എന്തിനേറെ ഞാൻ പറയുന്നല്ലോ, ഈ ബ്യൂട്ടി പാർലർ സിൻഡ്രോം എന്ന് പറയുന്ന സാധനം 1970-കൾ മുതലുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ചെന്നിട്ട് പൗഡർ ഇടാനും മറ്റേത് തല ഇങ്ങനെ ചരിച്ചു വെച്ചു കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ 2 ആർട്ടറീസ് കുറേ നേരം ഞെരുങ്ങുമ്പം അതുണ്ടാക്കുന്ന ബ്ലോക്കും ബ്ലഡ് ഫ്ലോയിലുള്ള ബ്ലോക്കും കാരണം കുറേ കഴിയുമ്പോൾ ഡിസ്നസ്സും മറ്റു കാര്യങ്ങളും വരും. ഈ യോഗ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. പല ആൾക്കാർ യോഗ ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം കുഴഞ്ഞു വീഴത്തില്ല. അന്നേരം ഭയങ്കര അനുഭൂതിയൊക്കെ ആയിട്ട് എഴുന്നേറ്റ് പോകും. പിറ്റേന്ന് വൈകുന്നേരം ആകുമ്പോൾ ചെറിയൊരു തലവേദന, അടുത്ത ദിവസം ആകുമ്പോൾ ആശുപത്രിയിൽ. എല്ലാം ഒരേ കേസാണ് പാറ്റേൺ. ആശുപത്രിയിൽ പോവുക. എന്നിട്ട് അത് കാര്യം തിരിച്ചറിയുക. ചെറിയ ബ്ലോക്ക് ഉണ്ടായെന്നിരിക്കട്ടെ. ചെറിയ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ, ചെറിയ ബ്ലോക്കുകൾ ഉണ്ടാകുമ്പോൾ രക്തക്കട്ടകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ ആർട്ടറികളിലൂടെ പെട്ടെന്ന് കടന്നു പോകും. അതേസമയം ആ വലിയ ആർട്ടറികളിലൂടെ കടന്നുപോയ ക്ലോട്ട് ചെറിയ വളരെ സൂക്ഷ്മമായിട്ടുള്ള സിരകളിലേക്കും മറ്റ് വെയിൻസിലേക്കൊക്കെ വരുമ്പോൾ അവിടെ ബ്ലോക്ക് ഉണ്ടാക്കും. ഇതിന് ചിലപ്പോൾ സമയമെടുക്കും. എല്ലായിടത്തും തട്ടി അതായത് ഒരാളിപ്പോൾ ചിലർ കാർ കണ്ടിട്ടില്ലേ, വെള്ളം അടിച്ചിട്ട് കാർ ഓടിക്കുന്നു. ഇവിടെ ഒന്നും പ്രശ്നം ഉണ്ടാക്കത്തില്ല. ചിലപ്പോൾ അവനങ്ങ് ചെങ്ങന്നൂർ എന്നായിരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നത്. അതേപോലെ ഒരു ചെറിയ ക്ലോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഓട്ടോ ആയിട്ട് ഡിലീറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ 2-ാം ദിവസം 3-ാം ദിവസം കഴിഞ്ഞായിരിക്കും പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഈ യോഗ ചെയ്തിട്ടുള്ള ഒരു 27 വയസ്സുകാരൻ്റെ കാര്യം പറയുന്നുണ്ട്, ഒരു 28 വയസ്സുകാരുടെ, ഇവരെല്ലാം യോഗ ഫനാറ്റിക്കുകളാണ്. ഇവരെല്ലാം യോഗയോട് വലിയ താല്പര്യമുള്ളവരാണ്. ഇവർ രാവിലെ ചെയ്യുന്നു, കുഴപ്പമൊന്നുമില്ല. വൈകുന്നേരം ആകുമ്പോൾ തലവേദന തൊട്ട് തുടങ്ങുന്നു. ഈ ഭുജംഗാസനം, ഈ ഭുജംഗാസനവും സർവാംഗാസനവും ശീർഷാസനവും ഞാൻ പറയാൻ കാര്യം എന്താണ്? മദർ ഓഫ് ഓൾ ആസന, കിങ് ഓഫ് ഓൾ ആസന എന്നൊക്കെ അയ്യങ്കാർ പറയുന്ന ആസനയാണ്. വെറും ആപ്പവൂപ്പ ആസനങ്ങളല്ല. ഈ ആസനങ്ങളിലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ഭീഷണികൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്. ഇത് പറയാതെ യോഗ നല്ലൊരു വ്യായാമമാണോ എന്ന് ചോദിക്കുമ്പോൾ യോഗ ഒരു വ്യായാമം പണ്ടായിരുന്നില്ല. ഇപ്പോൾ ചെയ്യുന്ന പല യോഗ വ്യായാമങ്ങളും ഡേഞ്ചറസ് ആണ്. ഇതിനകത്ത് ഇങ്ങനെ മതത്തെ ചാരി നിർത്തിക്കൊണ്ട് ഈ പറയുന്നതോടൊപ്പം ഇപ്പം യോഗ പറയുന്ന ഒരാൾക്ക് കുറേ സമയം തീർക്കാനായിട്ട് കുറച്ച് എന്താ പറയുക, നാസുതോ വിദ്യതോ ഭാവോ നാ ഭാവോ വിദ്യതേ സദഹ ഉഭയോരപി ദൃഷ്ടാന്തോ സ്തനയോത്തി തത്വദർശിബി. തീർന്നു. എന്തുവാ ഇത്? നമ്മുടെ വിഷയം എന്തുവാണ്? യോഗ നല്ല ഉത്തമമായ വ്യായാമമാണെന്നാണ്. ഞാൻ വീണ്ടും സ്ട്രെസ് ചെയ്യുന്ന പോയിന്റ്, യോഗ ഉത്തമമായ വ്യായാമം അല്ല എന്ന് മാത്രമല്ല, പല യോഗ വ്യായാമങ്ങളും ഡേഞ്ചറസ് ആണ്. ഞാൻ ആവർത്തിക്കുന്നു, യോഗയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന വിയർക്കൽ എന്ന് പറയുന്ന സാധനം, നിങ്ങൾ വിയർക്കണമെങ്കിൽ യോഗാവിരുദ്ധമായ യോഗേതരമായ, ഫോർ എക്സാമ്പിൾ എറോബിക്സിൻ്റെ ടെക്നിക്സ്, അതായത് ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഡാൻസ് ചെയ്യുന്നു,
അപ്പോൾ ഉദാഹരണമായിട്ട് യോഗ വളരെ അദ്ദേഹം പറഞ്ഞല്ലോ ഹഠയോഗക്കാരൻ എങ്ങനെയാണ് പിന്നെ ഗുഹയിൽ കയറിയെന്ന്. അത് ശരിയായ കാര്യം. ആരും വെച്ച് കഴിഞ്ഞാൽ ഹഠയോഗ പ്രദീപിക അനുസരിച്ച് എങ്ങനെയാണ് ഒരു ഹഠയോഗി യോഗം ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ഒരു കൊച്ചൊരു കുടിച്ച് മുറിയിൽ കയറിയിട്ട് ഒരൊറ്റ വാതിൽ മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ഹോളും ചാണകം വെച്ച് മറച്ചിട്ട് അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, രസകരമായൊരു കാര്യം. ആഹാരം നല്ല തോതിൽ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം യോഗ അനുഷ്ഠിക്കേണ്ടത്. അതായത് ആഹാരത്തിന് ഈ പാർവതിയും പട്ടിണിയൊക്കെയുള്ള രാജ്യത്ത് പോയി യോഗ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എഴുതി വെച്ചിരുന്ന കാര്യം പറഞ്ഞു. ഹഠയോഗ പ്രദീപികയിലെ കാര്യമാണ് പറഞ്ഞത്. ആഹാര ലഭ്യത ഉണ്ടായിരിക്കണം, യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്ത രാജ്യത്തായിരിക്കണം ചെയ്യുന്നത്, ഒറ്റ മുറിയിലായിരിക്കണം, ആളുമായിട്ട് അടുപ്പം ഉണ്ടാകരുത് എന്നൊക്കെ പറയുന്നത് ശരിയാണ്. പക്ഷേ ഇന്നത്തെ യോഗ എന്ന് പറയുന്ന സാധനം എന്താണ്? ഇത് ഡ്രില്ലല്ലേ, മാസീവ് ഡ്രില്ലല്ലേ?